മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. LDF കൊച്ചി മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. LDF കൊച്ചി നിയമസഭാ മണ്ഡലത്തിലെ പ്രകടന പത്രിക പുറത്തിറക്കി. വരുന്ന 5 വർഷക്കാലത്തേക്കുള്ള വികസന നിർദ്ദേശങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പ്രകടന പത്രികയുടെ പ്രകാശനം മുൻ മേയർ M. അനിൽകുമാർ നിർവഹിച്ചു. രണ്ടാമത്തെ ഉറപ്പ് നമ്മുടെ മാക്സിയുടെ വളരെ തെളിവയുള്ള ചിത്രമാണ്. മാക്സി ഇങ്ങനെ നടക്കുന്നിടത്തോളം കാലം കൊച്ചിയിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നതാണ് നമ്മുടെ ഉറപ്പ്. അതുകൊണ്ട് തീർച്ചയായും ഇന്നലെ പോലും ഞാനിവിടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ ഇവരോട് പറഞ്ഞു, തിരിച്ചു പോകുന്നതോടെ ഞാൻ മാതൃഭൂമിയുടെ സർവേ വലിയ എല്ലാ സർവേ പോലെ ആണ് എല്ലാ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ആകാംക്ഷ. അപ്പൊ അതുകൊണ്ട് ഞാനിവിടുന്ന് പോകുമ്പോൾ തോക്കുംപടി പാലം കയറുമ്പോൾ ഞാൻ നോക്കുമ്പോൾ മാതൃഭൂമിയുടെ സർവേ വന്നു വലിയ മെജോറിറ്റിയിൽ കൊച്ചി മണ്ഡലത്തിൽ അപ്പൊ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞ് എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. LDF കൊച്ചി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ M. K. അബ്ദുൽ ജലീൽ അധ്യക്ഷത വഹിച്ചു. PA പീറ്റർ സ്വാഗതം പറഞ്ഞു. മുൻ MLA ജോൺ ഫെർണാണ്ടസ്, സ്ഥാനാർത്ഥി KJ മാക്സി, TV അനിത, ഷീബാലാൽ, MM ഫ്രാൻസിസ്, TM ഇസ്മയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കൊച്ചി മെട്രോ കൊച്ചി മണ്ഡലത്തിലേക്ക് നീട്ടുന്നതിനുള്ള പരിശ്രമം നടത്തും എന്നുള്ളതും കൊച്ചി മണ്ഡലത്തിലെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പണി പൂർത്തീകരിക്കുന്ന കുമ്പളങ്ങി പഴങ്ങാട് അരൂർ കെൽട്രോൺ ഫെറി പാലം വലിയ പങ്കുവഹിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. ചെലാനം പഞ്ചായത്തിലെ പൊഴിച്ചിറ്റയ്ക്ക് കുറുകെ ചേരുകലേക്ക് പാലം നിർമ്മാണം 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പുതിയ ഗതാഗത മാർഗം തുറക്കും. ചെലാനം പഞ്ചായത്തിലെ കരിപ്രദേശത്തെ പള്ളുരുത്തി കോണന്തേശവുമായി ബന്ധിപ്പിക്കുന്ന പാലം, കരിപ്രദേശത്തെ കണ്ണമാലിയുമായി ബന്ധിപ്പിക്കുന്ന പാലം, പണ്ടാരച്ചിറ കനാലിന് കുറുകെ പുതിയ പാലം എന്നിവയും പ്രകടന പത്രികയിൽ പറയുന്നു. ഫോർട്ട് കൊച്ചി ചെല്ലാനം റോഡിലെ ബലക്ഷയമുള്ള പുത്തൻതോട് പാലം, ഗൊണ്ടുപറമ്പ് പാലം എന്നിവയ്ക്ക് പകരം പുതിയ പാലങ്ങൾ നിർമ്മിക്കും. ഫോർട്ട് കൊച്ചിയിൽ നിന്നും ഫോർട്ട് വൈപ്പിനിലേക്ക് അഴിമുഖത്തെ കടലിനടിയിലൂടെ തീരദേശ റോഡ് നിർമ്മിച്ച് 2 കരകളെയും ബന്ധപ്പെടുത്തിയുള്ള തുരങ്ക റോഡ് നിർമ്മാണം. കുമ്പളങ്ങി കണ്ടക്കടവ് റോഡ് വീതി കൂട്ടി ആധുനിക സംവിധാനങ്ങളോടെ പുനർനിർമ്മിക്കും. കുമ്പളങ്ങി കല്ലഞ്ചേരി കണ്ടക്കടവ് കണ്ണമാലി കളത്ര മേഖലകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള തീരദേശ റിംഗ് റോഡും പ്രകടന പത്രികയിൽ പറയുന്നു. ടൂറിസം മേഖലയ്ക്കും പ്രകടന പത്രികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പൈതൃക നഗരങ്ങളായ മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി മേഖലകളെ സംരക്ഷിക്കുകയും പുതിയ കാലത്തിന് ഇണങ്ങും വിധം സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്യും. അമൃത്സർ മാതൃകയിൽ ചരിത്ര പൈതൃക നഗര പദ്ധതി നടപ്പിലാക്കും. ഫോർട്ട് കൊച്ചി മുതൽ തെക്കേ ചെല്ലാനം വരെയുള്ള മേഖലകളിൽ ബീച്ച് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ കൊണ്ടുവരും. പുത്തൻതോട് ബീച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ പ്രാവർത്തികമാക്കി മനോഹരമാക്കും. ടെട്രോപോഡ്, കടൽഭിത്തി, കടലോര ടൂറിസം മേഖലയെ പ്രയോജനപ്പെടുത്തും വിധം സംവിധാനം കൊണ്ടുവരും. ചെല്ലാനം കുമ്പളങ്ങി ഗ്രാമീണ ടൂറിസം പ്രോത്സാഹനത്തിന്റെ ഭാഗമായി കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പിലാക്കും. ഈ മേഖലയിൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ഇരിങ്ങോൾ കോവളം മാതൃകയിൽ നിർമ്മിക്കും. ആയുർവേദ ആശുപത്രിയെ ടൂറിസം കേന്ദ്രമായി ഹെൽത്ത് ആൻഡ് വെൽനസ് ടൂറിസം കേന്ദ്രം സ്ഥാപിക്കും. സമുദ്ര മത്സ്യമേഖലയുടെയും ഉൾനാടൻ മത്സ്യമേഖലയുടെയും വളർച്ചയ്ക്ക് ആവശ്യമായ നൂതന സംവിധാനങ്ങൾ നടപ്പിലാക്കും. ചെല്ലാനം ഗ്രാമത്തെ ഫിഷറി സബ്ബാക്കി മാറ്റും. ശുദ്ധവും ഗുണനിലവാരമുള്ളതുമായ മത്സ്യങ്ങൾ വളർത്താനും വിൽക്കാനുമുള്ള കേന്ദ്രമാക്കും. ആവശ്യമായ സ്റ്റോറേജ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. ഇവിടേക്കുള്ള റോഡ് കണക്ടിവിറ്റി വികസിപ്പിക്കും. ആഭ്യന്തര വിദേശ വിപണികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കും. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവും വിപണനവും ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ പ്രാവർത്തികമാക്കും. ഈ മേഖലകളിലെ കുടുംബങ്ങളുടെ വരുമാന വർധനവ് ലക്ഷ്യം വെച്ചുള്ള പദ്ധതിക്കായി ഇത് മാറ്റും. ഫോർട്ട് കൊച്ചി അൽബുക്കർ ജെട്ടി, ഫിഷറീസ് ഹാർബർ, ചെല്ലാനം ഹാർബർ ഇവയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ളതാവും ഫിഷറീസ് ഹബ്ബ്. മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി തുടങ്ങിയ ഇടങ്ങളിലെ വിനോദസഞ്ചാര സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടുള്ള ബഡ്ജറ്റ് ഹോട്ടൽ സ്ഥാപിക്കും. ഹോം സ്റ്റേകളുടെ കൃത്യമായ ക്ലാസിഫിക്കേഷനും അടിസ്ഥാന സൗകര്യം വിപുലപ്പെടുത്തി മാലിന്യ സംസ്കരണത്തിന് സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുമായി പ്രത്യേക ഏജൻസികളെ കൊണ്ടുവരും. ആരോഗ്യരംഗത്തും വിപുലമായ മാറ്റങ്ങൾ വരും. കരുവേലിപ്പടി മഹാരാജാസ് താലൂക്ക് ആശുപത്രിയുടെ അംഗീകാരം ലഭിച്ച പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ആധുനിക ആശുപത്രിയാക്കി മാറ്റും. ഇവിടെ പോസ്റ്റ്മോർട്ടം, കൂടുതൽ മോർച്ചറി സംവിധാനം എന്നിവ ഏർപ്പെടുത്തും. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, കുമ്പളങ്ങി ഇവിടങ്ങളിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. ഇവിടങ്ങളിൽ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. ജില്ലാ TB ആശുപത്രി നവീകരിക്കുകയും പകർച്ചവ്യാധികൾക്കെതിരെയുള്ള പ്രതിരോധ കേന്ദ്രമാക്കി ഇതിനെ പരിവർത്തനപ്പെടുത്തുകയും ചെയ്യും. ചെല്ലാനത്തെ നിർമ്മാണത്തിലിരിക്കുന്ന ആശുപത്രി വേഗത്തിൽ പ്രവർത്തനക്ഷമമാക്കും. ആയുർവേദ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തും. മട്ടാഞ്ചേരിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി, ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തും. വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ പൊതുവിദ്യാലയങ്ങൾ ഹൈടെക് വിദ്യാഭ്യാസത്തിന് ഉതകുന്ന സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. വിദ്യാലയങ്ങളോടനുബന്ധിച്ച് മികച്ച കളിസ്ഥലം, ലൈബ്രറി, ലാബുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള കേന്ദ്രം കൊച്ചി സാങ്കേതിക സർവകലാശാലകളുടെ സഹകരണത്തോടെ പഠന കേന്ദ്രങ്ങൾ ആരംഭിക്കും. മറൈൻ ഷിപ്പിംഗ് മേഖലയുടെ പ്രാദേശിക പഠന കേന്ദ്രം കുഫോസിന്റെ കീഴിൽ കൊച്ചിയിൽ ആരംഭിക്കുന്നതും തദ്ദേശവാസികൾക്ക് നിശ്ചിത ശതമാനം സീറ്റ് ഉറപ്പുവരുത്തുന്നതുമായിരിക്കും. ന്യൂനപക്ഷ ക്ഷേമം ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാരിന്റെ വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കുന്നതിനായി പ്രത്യേക കേന്ദ്രം ആരംഭിക്കും. വിദ്യാഭ്യാസം, സ്കോളർഷിപ്പുകൾ, തൊഴിൽ ഇവയുമായി ബന്ധപ്പെട്ട കേന്ദ്രമാക്കി മാറ്റും. എല്ലാ വീടുകളിലും ഇന്റർനെറ്റ് സേവനം ഉറപ്പുവരുത്തുന്ന പ്രത്യേക പദ്ധതി കൊണ്ടുവരും. അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടുന്ന കോടതികൾക്ക് സൗകര്യപ്രദമായ പുതിയ സംവിധാനം ഏർപ്പെടും. മട്ടാഞ്ചേരി കോടതി സമുച്ചയം യാഥാർത്ഥ്യമാക്കും. കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ചെല്ലാനത്ത് സ്ഥാപിക്കും. മണ്ഡലത്തിലെങ്ങും ശുദ്ധജലം മുടക്കം
മുടക്കം കൂടാതെ ലഭിക്കുന്നതിനുള്ള നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നാലും കടുത്ത വേനൽക്കാലത്ത് ശുദ്ധജലത്തിന് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കും. ആലുവയിൽ പുതുതായി സ്ഥാപിക്കുന്ന 190 mld ശേഷിയുള്ള ശുദ്ധജല പ്ലാന്റ് പ്രാവർത്തികമാവുന്ന മുറയ്ക്ക് അതിന്റെ ഒരു വിഹിതം കൊച്ചി മണ്ഡലത്തിന് ലഭിക്കും. അതുവഴി അടുത്ത 30 വർഷത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകും. കടൽവെള്ളം ശുദ്ധീകരിച്ച് ഉപയോഗിക്കും വിധമുള്ള ജലശുദ്ധീകരണ പ്ലാന്റ് കൊച്ചി മണ്ഡലത്തിൽ സ്ഥാപിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കും. കൊച്ചി മണ്ഡലത്തിലെ ഭവനരഹിതരായ അവശേഷിക്കുന്ന മുഴുവൻ കുടുംബങ്ങളെയും പുനരധിവാസം ഉറപ്പാക്കും. കാർഷിക മേഖലയുടെ തനതായ പൊക്കാളി കൃഷിക്ക് സംരക്ഷണം ഉറപ്പാക്കും. കരകൃഷി, തെങ്ങ് കൃഷി എന്നിവ കൂടുതൽ വിപുലപ്പെടുത്തും. ചെല്ലാനം, കുമ്പളങ്ങി പഞ്ചായത്തുകളിലെ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിച്ച് ഭൗമ സൂചികാ സ്ഥാനം നേടിയെടുത്ത വിപണിയിൽ സ്ഥാനമുറപ്പിക്കും. മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കും. മികച്ച ഗുണമേന്മയുള്ള മത്സ്യ വിപണനം ഉറപ്പുവരുത്തും. സഞ്ചരിക്കുന്ന മത്സ്യ വിപണന വാഹനങ്ങൾ വിപുലപ്പെടുത്തും. കലാ സാംസ്കാരിക രംഗത്ത് നിരവധിയായ അടയാളപ്പെടുത്തലുകളുടെ ഇടമാണ് കൊച്ചി. കൊച്ചി ബിനാലയ്ക്കായി സ്ഥിരം കേന്ദ്രം ഒരുക്കും. നാടക കലാപരിപാടികൾക്കായി പഞ്ചായത്തുകളിലും തോപ്പുംപടി, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി മേഖലകളിലും കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. കൊങ്കണി സാഹിത്യ അക്കാദമി പ്രവർത്തനം വിപുലപ്പെടുത്തും. കൊങ്കണി വിഭാഗങ്ങളുടെ പൈതൃക ആചാര സംരക്ഷണത്തിനായി ഒരിടം ഒരുക്കും. ഗസൽ ഗായകൻ ഉമ്പായിയുടെ നാമത്തിൽ ഗസൽ അക്കാദമി സ്ഥാപിക്കും. സിനിമാ ചിത്രീകരണമടക്കമുള്ള സംവിധാനങ്ങൾക്കായി ഫിലിം സിറ്റി സ്ഥാപിക്കും. കായിക മേഖലയിൽ ഗുസ്തി പരിശീലന കേന്ദ്രം തുടങ്ങും. ഫുട്ബോൾ, ക്രിക്കറ്റ് പരിശീലനത്തിനുള്ള സ്റ്റേഡിയം സ്ഥാപിക്കും. ഇൻഡോർ കായിക വിനോദങ്ങൾക്കായി മികച്ച ഇൻഡോർ സ്റ്റേഡിയം സ്ഥാപിക്കും. ലോക വാണിജ്യ ചരിത്രത്തിൽ ഇടം നേടിയ മട്ടാഞ്ചേരിയുടെ പൈതൃക വാണിജ്യ പെരുമ തിരിച്ചുകൊണ്ടുവരുന്നതിന് വേണ്ട നടപടിക്ക് മുൻകൈയെടുക്കും. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പ്രഥമ പരിഗണന നൽകും. തീരദേശ റോഡ് നിർമ്മിക്കും. കൊച്ചിയുടെ മുഖമുദ്രയായ ചീനവലകൾ സംരക്ഷിക്കും. ശാസ്ത്രീയമായ ആധുനിക മാലിന്യ സംസ്കരണം നടപ്പിലാക്കും. ചെല്ലാനത്തെ വിജയം കനാൽ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ബോട്ടിംഗ് ഉൾപ്പെടെ സാധ്യമാക്കും. വാട്ടർ മെട്രോ പള്ളുരുത്തി, കുമ്പളങ്ങി മേഖലയിലേക്ക് വ്യാപിപ്പിക്കും. ഫോർട്ട് കൊച്ചി ബീച്ച്, നീന്തൽ പരിശീലന കേന്ദ്രം ഉൾപ്പെടെ എല്ലാ വിധത്തിലും ആധുനികവൽക്കരിക്കും. കൊച്ചി മണ്ഡലത്തിലെ പ്രധാന റോഡുകളുടെ വശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പൈതൃക വൃക്ഷങ്ങൾ സംരക്ഷിക്കുന്ന പദ്ധതി തയ്യാറാക്കും. ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ട് ആധുനിക രീതിയിൽ നിർമ്മിച്ച് സംരക്ഷിക്കും. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ട് നവീകരിച്ച് സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെ നിർമ്മിക്കും. കോക്കേസ് തിയേറ്റർ ആധുനിക ശബ്ദ സംവിധാനത്തോടെ മൾട്ടിപ്ലക്സ് തിയേറ്റർ കോംപ്ലക്സ് ആക്കി മാറ്റും. സ്ത്രീകൾക്കായി കൊച്ചിയിൽ തൊഴിൽ നൈപുണ്യ പരിശീലന കേന്ദ്രം ആരംഭിക്കും. ഇതിലൂടെ വിവിധ തൊഴിൽ പരിശീലനം നൽകി സ്ത്രീകളെ തൊഴിൽ സംരംഭകരാക്കി മാറ്റും. കൊച്ചിയിലെ രാമേശ്വരം കനാൽ, മാന്ത്ര കനാൽ, പണ്ടാരച്ചിറ കായൽ ഉൾപ്പെടെ ആഴംകുട്ടി ഗതാഗത യോഗ്യമാക്കി ടൂറിസം സാധ്യതകൾ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തും. കളത്ര, കുതിരക്കൂർ, കരി ടൂറിസം കേന്ദ്രമാക്കും. ലൈറ്റ് ബോട്ടിംഗ്, കയാക്കിംഗ് സൗകര്യം ഉൾപ്പെടെ ഏർപ്പെടുത്തും. വിവിധ കായലുകളുടെ എക്കൽ നീക്കം ചെയ്ത് കായലിലെ നീരൊഴുക്ക് ശക്തിപ്പെടുത്തി ഓരുവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണും. മുണ്ടമ്പലിയിൽ GCDS സ്ഥലത്ത് മിനി സ്റ്റേഡിയം നിർമ്മിക്കും. മുണ്ടമ്പലിയിൽ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കും. മുണ്ടമ്പലിയിൽ പൊതുമാർക്കറ്റ് സ്ഥാപിക്കും. മുണ്ടമ്പലി പള്ളിക്ക് കിഴക്ക് ഭാഗത്തുകൂടി പള്ളുരുത്തിക്ക് പോകുന്ന റോഡ് വീതി കൂട്ടി പള്ളുരുത്തി വഴി ബസ് സർവീസ് ആരംഭിക്കും. കുമ്പളങ്ങിയിൽ പൊതുകളി സ്ഥലം ആധുനിക രീതിയിൽ നിർമ്മിക്കും. കുമ്പളങ്ങിയിൽ നീന്തൽക്കുളം നവീകരിച്ച് നീന്തൽ പരിശീലനം ഉൾപ്പെടെ നടപ്പാക്കും. കുമ്പളങ്ങി എഴുപുന്ന റോഡിന് സമാന്തരമായി പുതിയ റോഡ് നിർമ്മിക്കും. കുമ്പളങ്ങി പഞ്ചായത്തിന്റെ പ്രധാന തോടായ നാട്ടുതോട് ഇരുവശവും ഭിത്തി കെട്ടി ഗതാഗത സഞ്ചാരയോഗ്യമാക്കി ടൂറിസം സാധ്യത ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തും. ചെല്ലാനം തെക്കേയറ്റത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കും. കണ്ണമാലി കല്ലഞ്ചേരി തൂക്കുപാലം നിർമ്മിക്കും. ചവിട്ട് നാടക പരിശീലന കേന്ദ്രം നിർമ്മിക്കും. ചെല്ലാനം ഹാർബറിൽ ആംബുലൻസ് സർവീസ് ആരംഭിക്കും. ചെല്ലാനം ചാരിപ്പുറത്ത് കളിസ്ഥലവും ഓപ്പൺ എയർ സ്റ്റേഡിയവും നിർമ്മിക്കും. കൊച്ചങ്ങാടിയുടെ വാണിജ്യപെരുമ വീണ്ടെടുക്കും എന്നിവയാണ് പ്രധാനമായും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. LDFന്റെ സ്റ്റേറ്റ് മാനിഫെസ്റ്റോയുടെ പ്രകാശന കാര്യം ഇത് കൊച്ചി മണ്ഡലത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ മാനിഫെസ്റ്റോയിൽ കാണിച്ചിട്ടുള്ളത്. മാനിഫെസ്റ്റോ നമ്മൾ പ്രകാശനം ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം പോലെ കൂടുകയാണ്. കാരണം ഇത് ജനങ്ങളിലേക്ക് പോവുകയാണ്. ഓരോ ഘട്ടങ്ങളിലും ജനങ്ങൾക്ക് ചോദിക്കാം, കൊച്ചിയിൽ ചെയ്യാവുന്ന ഓരോ കാര്യങ്ങൾ എന്തൊക്കെ കൊണ്ട് നിങ്ങൾ എന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഉടമ്പടിയായി എന്ന് ചോദിക്കാം. LDFനും MLA-ന്നൊക്കെ എനിക്കും പോലെ ഉത്തരവാദിത്തം കൂടുകയാണ്. ഇപ്പറഞ്ഞ കാര്യങ്ങൾ ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്ത് LDF ഒരു പ്രകടനത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തതാണ്. രണ്ടാമത്തതും 90% ചെയ്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ മൂന്നാം ടൈമിലേക്ക് പോകുമ്പോൾ കൊച്ചി മണ്ഡലത്തിലെ സർവ്വ മേഖലകളും എടുത്തുകൊണ്ടാണ് ഈ മാനിഫെസ്റ്റോ ഈ കമ്മിറ്റി തയ്യാറാക്കിയിട്ടുള്ളത്. അത് പൂർണ്ണമായും തന്നെ ഈ കാലയളവിൽ കൊച്ചി നടപ്പിലാക്കാനുള്ള ശ്രമമായി LDF മുന്നോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് ആ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം ഉണ്ടാക്കുമെന്നാണ്. അത് അക്ഷരം പ്രതി നിറവേറ്റിക്കൊണ്ടാണ് രണ്ടാമതും മത്സരം. നിരവധിയായ കാര്യങ്ങൾ പ്രകടന പത്രികയ്ക്കകത്ത് പറഞ്ഞിരുന്നു. അതെല്ലാം നടപ്പിലാക്കുന്ന ഏറ്റവും പ്രഥമ പരിഗണന കൊടുത്തത് നമ്മൾ കുടിവെള്ളക്ഷാമത്തിനായിരുന്നു. ആ ക്ഷാമം പരിഹരിച്ചുകൊണ്ടാണ് കൊച്ചി മണ്ഡലത്തിന് രണ്ടാമത് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് രണ്ടാമതും മത്സരിച്ചത്. ഇപ്പം മൂന്നാമത് മത്സരിക്കുമ്പോഴും നേരത്തെ ഇപ്പം നമ്മുടെ മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉദ്ഘാടനത്തിൽ തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ വീണ്ടും അതൊന്നും ആവർത്തിക്കുന്നില്ല. തീർച്ചയായും LDF ആണ് പറയുന്നത്. സഖാവ് KJ മാക്സിയാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് കൊണ്ട് ഉറപ്പായും നമ്മൾ നമ്മുടെ പ്രകടന പത്രികയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കാനായിട്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമ്മുടെ സ്ഥാനാർത്ഥിയെ മുൻനിർത്തിക്കൊണ്ട് ഉണ്ടാകുമെന്ന് MLA-യെ മുൻനിർത്തിക്കൊണ്ടുണ്ടാകുമെന്ന കാര്യത്തിനകത്ത് പ്രകടന പത്രിക മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവർത്തനം നടത്തിയത്. അതിന്റെ ഭാഗമായി ഏതാണ്ട് പറഞ്ഞ കാര്യങ്ങൾ
ഒരു പരിധിവരെ പൂർത്തീകരിച്ചുകൊണ്ടാണ് മൂന്നാം ടൈമിലേക്ക് മാക്സി മത്സരിക്കുന്നത്. അടുത്ത 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് കൊച്ചി മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സംക്ഷിപ്ത രൂപമാണ് ഞങ്ങൾ ഈ പ്രകടന പത്രികയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ആ പ്രകാശന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച സഖാവ് അബ്ദുൾ ജലീലിന് സ്വാഗതം ആശംസിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.